നമസ്കാരം, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നമുക്കൊരു പുതിയ വീഡിയോ ആരംഭിക്കാം. ഒരു ചെറിയ യാത്ര മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്തുള്ള അങ്ങാടിപ്പുറം ശ്രീ തിരുമാന്താംകുന്ന് ക്ഷേത്രത്തിലേക്ക്. പണ്ടൊക്കെ എല്ലാ മാസവും ഏതെങ്കിലും ഒരു ഞായറാഴ്ച പോയിരുന്നു അങ്ങോട്ട്. ഇപ്പോൾ കുറേ ആയിട്ട് പോകാൻ പറ്റിയിട്ടില്ല, ഒരു 1.5 കൊല്ലമായിട്ട് പോയിട്ടില്ല. ഇത് തിരുമാന്താംകുന്ന് ക്ഷേത്രമല്ല, ഞങ്ങളുടെ വാടാനാംകുറിശ്ശിയിലുള്ള ശ്രീ തൃത്താന്തോന്നി ശിവക്ഷേത്രമാണ്. തിരുമാന്താംകുന്നിലേക്കുള്ള ട്രെയിൻ പിടിക്കുന്നതിന് മുന്നേ ഇവിടെ വന്ന് തൊഴുതു. ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, 8ഓളം ക്ഷേത്രങ്ങളുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് ഞങ്ങളുടെ വാടാനാംകുറിശ്ശി. അതിലൊരു ക്ഷേത്രമാണിത്. അങ്ങനെ തൃത്താന്തോന്നിയൊക്കെ പോയിട്ട് തിരിച്ച് നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് നടക്കുകയായിരുന്നു. അപ്പോഴാണ് ഈ കാഴ്ച കണ്ടത്. റെയിൽവേ മേൽപ്പാലത്തിലൂടെ ബസ് വരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേൽപ്പാലത്തിൻ്റെ ഇനോഗ്രേഷനൊന്നും ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ വൈകിട്ട് തൊട്ട് ഈ മേൽപ്പാലത്തിലൂടെ വണ്ടികൾ കടത്തിവിടാൻ തുടങ്ങിയെന്നാണ് ഞാൻ കേട്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിൻ്റെ അപ്രോച്ച് റോഡിന് അവിടെ കുറച്ച് പണി നടക്കുകയാണ്. ഇപ്പോൾ ഒരു ട്രെയിന് ഷൊർണൂർക്ക് പോയിരിക്കുക. അതുകൊണ്ട് തന്നെ റെയിൽവേ ഗേറ്റ് അടച്ചിരിക്കുന്നു. പൊതുവെ ഈ റെയിൽവേ ഗേറ്റൊക്കെ അടച്ചു കഴിഞ്ഞാൽ ഇവിടെ എന്തൊരു തിരക്കാവുമെന്നറിയോ, വണ്ടികളുടെയും ആളുകളുടെയൊക്കെ ആയിട്ട്. ഇന്ന് യാതൊരു തിരക്കുമില്ല, കാരണം എല്ലാ വണ്ടികളും മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളങ്ങനെ വാടാനാംകുറിശ്ശി ഹാൾട്ടിലെത്തി. ഹാൾട്ട് സ്റ്റേഷൻ എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ പൊതുവെ ട്രെയിനുകൾ 1 മിനിറ്റോളം മാത്രമേ നിർത്തത്തുള്ളൂ. നിലമ്പൂർ ഭാഗത്തേക്കും അതുപോലെ ഷൊർണൂർ ഭാഗത്തേക്കുള്ള ട്രെയിനുകളുടെ സമയമാണ് കൊടുത്തിരിക്കുന്നത്. ഇതെന്തായാലും ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുമെന്ന് തോന്നുന്നു. അപ്പോൾ എപ്പോഴും പാസഞ്ചർ ട്രെയിനുകൾ മാത്രമാണ് ഇവിടെ സ്റ്റോപ്പുള്ളൂ. നമ്മുടെ കോട്ടയത്തേക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിനാണെങ്കിലും അതുപോലെ രാജ്യറാണി എക്സ്പ്രസ്സിനും ഇവിടെ സ്റ്റോപ്പില്ല, നിർത്താതെ പോവും. ഞാൻ പറഞ്ഞല്ലോ, ട്രെയിൻ ഇപ്പോൾ പോയിട്ടേ ഉള്ളൂ ഷൊർണൂർക്ക്, അത് തിരിച്ചു വരണം. ഈ ഒരു യാത്രയിൽ ഏറ്റവും അത്ഭുതകരമായിട്ടുള്ള കാര്യം എന്താണെന്നറിയോ? ടിക്കറ്റ് ചാർജ്. അതായത് ഇവിടുന്ന് അങ്ങാടിപ്പുറത്തേക്കുള്ള ടിക്കറ്റ് ചാർജ് ഇപ്പോഴും 10 രൂപയുള്ളൂ. 3 പേർക്ക് 30 രൂപ. 10 രൂപയുള്ളൂ ഇവിടുന്ന്. ഒന്ന് ആലോചിച്ച് നോക്കണേ. നിങ്ങൾ റോഡ് വഴി പോവുകയാണെങ്കിൽ ഏകദേശം 37 to 38 കിലോമീറ്റർ ഉണ്ട്. അപ്പോൾ അപ്പ് ആൻഡ് ഡൗൺ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിക്കേണ്ടി വരും? അതുപോലെ തന്നെ ബസ്സാണെങ്കിൽ ഡയറക്റ്റ് ബസ്സില്ല, 3 ബസ് മാറി കയറണം. ഇവിടുന്ന് പട്ടാമ്പിക്ക് ഒരു ബസ്, പട്ടാമ്പിയിൽ നിന്ന് പെരിന്തൽമണ്ണ, പെരിന്തൽമണ്ണയിൽ നിന്ന് അങ്ങാടിപ്പുറം. അപ്പോൾ എന്തുകൊണ്ടും ട്രെയിനിൽ യാത്ര ചെയ്യുന്നതാണ് ഈ ഒരു റൂട്ടിൽ ഞങ്ങളെ സംബന്ധിച്ചോളം സമയവും ലാഭം, പൈസയും ലാഭം. തിരക്കൊന്നുമില്ല. നമ്മൾ ഈ പോകുന്ന റൂട്ടിനകത്ത് വല്ലപ്പുഴ, അതുപോലെ കുലുക്കല്ലൂർ, ചെറുകര അങ്ങനെ സ്റ്റേഷനുകളുണ്ട്. അത് കഴിഞ്ഞിട്ടാണ് അങ്ങാടിപ്പുറം. മുമ്പ് നിലമ്പൂർ വരെയുള്ള ഒരു ട്രെയിൻ യാത്ര ഐ തിങ്ക് ഞാൻ ചാനൽ തുടങ്ങിയ സമയത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഈ ഒരു റൂട്ടിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. മാറ്റങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ റൂട്ടിലെ ട്രെയിനുകൾ കൂടി. ഇപ്പോൾ എറണാകുളത്തുനിന്ന് ഷൊർണൂർ വരെ പോയിരുന്ന ഒരു മെമു ട്രെയിൻ ഉണ്ട്, അത് നിലമ്പൂർ വരെ നീട്ടി. അതുകൊണ്ട് തന്നെ യാത്രാക്ലേശം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഇലക്ട്രിഫിക്കേഷൻ നടന്നു. അതുകൊണ്ട് തന്നെ കുറേ മരങ്ങളും വെട്ടി. അപ്പോൾ ഈ ഒരു റൂട്ടിൻ്റെ ഭംഗി അല്പം കുറഞ്ഞിട്ടുമുണ്ട്. അങ്ങനെ നമ്മൾ കൃത്യസമയത്ത് തന്നെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷനിലെത്തി.
അമ്പലത്തിലേക്ക് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ഓട്ടോ വിളിച്ച് വന്ന് ഞങ്ങൾ പെട്ടെന്ന് തൊഴുതു. ഞായറാഴ്ചയാണെങ്കിൽ പോലും വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഇന്നത്തെ ദിവസം എൻ്റെ ജീവിതത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളാണ് കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ടെമ്പിൾ വ്ളോഗ് എന്ന രീതിയിലല്ല. ഐതിഹ്യപരമായിട്ട് ഒരുപാട് പ്രത്യേകതകളുള്ള തിരുമാന്താംകുന്ന് ക്ഷേത്രത്തെക്കുറിച്ച് ഞാൻ മുമ്പ് ഒരു വ്ളോഗ് ചെയ്തിട്ടുണ്ട്. ഈ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യങ്ങളും ആചാരങ്ങളെയൊക്കെ കുറിച്ച്. അത് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഇവിടെ വന്നപ്പോൾ എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായി തോന്നിയൊരു കാര്യമാണ് ഈ കണ്ടത്, ബുക്ക് മൈ പൂജ. അതായത് വാട്സപ്പിലൂടെ നമുക്ക് എവിടെ ഇരുന്നും നമുക്ക് ഇവിടുത്തെ പൂജാ കാര്യങ്ങൾ ബുക്ക് ചെയ്യാൻ പറ്റും. അതിൻ്റെ സ്റ്റെപ്സ് വിശദമായിട്ട് കൊടുത്തിട്ടുണ്ട്. അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വാട്സപ്പ് അക്കൗണ്ടിൽ നിന്ന് 9090959565 എന്ന നമ്പറിലേക്ക് TBD എന്ന ഒരു വാട്സപ്പ് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റിപ്ലൈസ് അവർ പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. എനിക്കത് വളരെ ഒരു നല്ല അപ്ഡേറ്റ് ആയിട്ട് തോന്നി. അങ്ങനെ അമ്പല ദർശനമൊക്കെ കഴിഞ്ഞ് നമ്മൾ പെരിന്തൽമണ്ണയിൽ വന്നേക്കാണ്. സാധാരണ ട്രെയിനിൽ തന്നെ തിരിച്ചു പോകാൻ പതിവ്. പക്ഷേ ട്രെയിന് 2 മണിക്കൂർ വെയിറ്റ് ചെയ്യണം. ക്യൂ ഒന്നും അധികം ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തൊഴുതിറങ്ങിക്കൊണ്ട് നമ്മൾ പെരിന്തൽമണ്ണ വന്നു. പെരിന്തൽമണ്ണയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ബസ്സിന് പോകാം. പെരിന്തൽമണ്ണയിലെ പിഷാരഡീസ് റെസ്റ്റോറൻറ്റിൻ്റെ മസാല ദോശയാണിത്. പിഷാരഡീസിൻ്റെ ഫുഡ് നമുക്ക് ഒട്ടും പുതിയ കാര്യമല്ല. പട്ടാമ്പിയിലാണെങ്കിലും കുളപ്പുള്ളിയിലാണെങ്കിലും ഇവരുടെ ഔട്ട്ലെറ്റുകളിലൊക്കെ സ്ഥിരമായി പോകുന്ന ഒരാളാണ് ഞാൻ. ഇവരുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും എനിക്ക് ഏറ്റവും ഇമ്പ്രസീവായി തോന്നിയിരിക്കുന്നത് സർവീസാണ്. അത് ഇവിടെയും മികച്ചതായിരുന്നു. പക്ഷേ ഫുഡ് ചില ഔട്ട്ലെറ്റുകളിൽ അല്പം ആവറേജായി തോന്നിയിട്ടുണ്ടെങ്കിലും ഇവിടെ ഇന്ന് ഞാൻ കഴിച്ച മസാല ദോശയും പിന്നെ ഈ എസ്പെഷ്യലി ഈ പൊടിയും അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ പിഷാരഡീസ് പെരിന്തൽമണ്ണ വെജിറ്റേറിയൻസിന് നല്ലൊരു ഓപ്ഷനാണ്. ഭക്ഷണം കഴിച്ച ശേഷം നമ്മൾ പുറത്തേക്കോട്ട് ഇറങ്ങുമ്പോഴാണ് ഇങ്ങനെ കുറേ ബോക്സ് കണ്ടത്. ഇത് ഇവരുടെ എല്ലാ ഔട്ട്ലെറ്റുകളിലും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഞാൻ വേറൊന്ന് കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിഷാരഡീസിൻ്റെ തന്നെ ബീഫ് റോസ്റ്റ് മിക്സ്, ചിക്കൻ റോസ്റ്റ് മിക്സൊക്കെ അതെനിക്ക് അല്പം അത്ഭുതമായി തോന്നി. കാരണം ഇതൊരു പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ആണ്. അതിന് പുറമെ അച്ചാർ, പായസം മിക്സ്, സാമ്പാർ മിക്സ്, അങ്ങനെ എല്ലാ മിക്സുകളും ഉണ്ട്. അതിനുശേഷം നമ്മളിപ്പോൾ പെരിന്തൽമണ്ണ KSRTC ബസ് സ്റ്റാൻഡിലേക്ക് പോവുക. കുറച്ച് ദൂരമേ ഉള്ളൂ, പക്ഷേ വെയിലല്ലേ, അതുകൊണ്ട് ഓട്ടോ എടുത്ത് പോയി. അതിനുശേഷം ബസ് പിടിക്കാമെന്ന് വിചാരിച്ചു. ഭാഗ്യത്തിന് നമ്മൾ എത്തിയപ്പോൾ തന്നെ ഒരു ബസ് തൃശ്ശൂർക്ക് പോകാൻ കിടക്കുന്നുണ്ട്. ഇത് വയനാട് ജില്ലയിലെ കൽപ്പറ്റയെന്ന് നാടുകാണി ചുരമൊക്കെ ഇറങ്ങിയിട്ട് പെരിന്തൽമണ്ണയിലെത്തി. ഇനി പട്ടാമ്പി ഷൊർണൂർ വഴി തൃശ്ശൂർക്ക് പോകുന്ന ബസ്സാണ്. രാമന്തോൾ ക്രോസ് ചെയ്യുമ്പോൾ തൂതപ്പുഴയ്ക്ക് മേലെ കൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ബസ്. നമ്മൾ ട്രെയിൻ വഴി അങ്ങാടിപ്പുറത്തേക്ക് പോയപ്പോൾ ഏതാണ്ട് 25 മിനിറ്റിലെത്തി. പക്ഷെ തിരിച്ച യാത്രയിൽ 1 മണിക്കൂറോളം എടുത്തു. എന്നാലും ഒരു 10:45 നമ്മൾ തിരിച്ച് വീടെത്തി. എന്താ ചൂടല്ലേ, പുറത്തിറങ്ങുമ്പോഴാണ് അറിയണത്. 3 നേരം കുളിക്കേണ്ട അവസ്ഥ. ഇപ്പോൾ ഞാനിപ്പോൾ പോയി വന്നതിന് ശേഷം കുളിച്ച് കുറച്ച് വെള്ളം കുടിക്കട്ടെ. നല്ല ചൂടാ എല്ലായിടത്തും, പ്രത്യേകിച്ച് പാലക്കാട്. നല്ലോണം വെള്ളം കുടിക്കുക, ഫ്രൂട്ട്സൊക്കെ കഴിക്കുക. എസ്പെഷ്യലി തണ്ണിമത്തനൊക്കെ ഈ ഒരു സീസണിൽ നല്ലോണം കിട്ടും. നല്ലോണം അതൊക്കെ കഴിക്കുക. ബോഡി ഡീഹൈഡ്രേറ്റ് ആവാണ്ട് നോക്കണം എല്ലാവർക്കും. പ്രത്യേകിച്ച് എനിക്ക് ഈ വിയർപ്പിൻ്റെ ചെറിയ അസുഖമുണ്ട്. അതുകൊണ്ട് ഭയങ്കര പെട്ടെന്ന് വിയർക്കും. അപ്പോൾ അതെന്തെങ്കിലോട്ടെ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ കണ്ടല്ലോ നമ്മുടെ മേൽപ്പാലം. അപ്പോൾ മേൽപ്പാലത്തിൽ കൂടെ ഒന്ന് വണ്ടി ഓടിച്ച് നോക്കാം. കുറേ കാലമായിട്ടുള്ളൊരു ആഗ്രഹമാണ്. അത് ഫൈനലി ഇന്ന് നടക്കാൻ പോകുന്നത്. ഇനിയെന്നും വഴികാട്ടാൻ അകലത്തായി ഒരു താരം.
ഒരുപാട് സന്തോഷമായി നമ്മുടെ വാടനാംകുറിശി റെയിൽവേ മേൽപ്പാലത്തിന് മേലെ കൂടെ വണ്ടി ഓടിച്ചപ്പോൾ. അങ്ങനെ കാത്തിരിപ്പിന് വിരാമമായി. ഒരുപാട് ഈ ഒരു മേൽപ്പാലത്തിനെക്കുറിച്ചും അവിടുത്തെ റോഡ് പണിയെക്കുറിച്ചൊക്കെ വിമർശിച്ച ഒരാളാണ് ഞാൻ. നല്ലത് കണ്ടു കഴിഞ്ഞാൽ നല്ലത് പറയണം. അഭിമാനമായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടെ വണ്ടി ഓടിച്ചപ്പോൾ. ഇനി നമുക്ക് ലെവൽ ക്രോസിൽ കാത്തു കെട്ടി കിടക്കേണ്ട അവസ്ഥ വരില്ല. അതുപോലെ തന്നെ ആർക്കും അതിലൂടെ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും വലിയൊരു ആശ്വാസമാണ്. പിന്നെ ആളുകൾ കുറ്റം പറയും ഇപ്പോഴും. ചില ആൾക്കാരൊക്കെ പറയും വീതിയില്ല, 2 വണ്ടികൾ കഷ്ടിച്ച് പോവും എന്നൊക്കെ. ഒരു റെയിൽവേ ഓവർ ബ്രിഡ്ജിന് മേലെ കൂടെയൊക്കെ പോകുമ്പോൾ ആരും ഓവർടേക്ക് ചെയ്ത് കളിക്കത്തൊന്നുമില്ല. മാന്യമായിട്ട് വണ്ടി ഓടിച്ച് പോകണം. അങ്ങനെ പോകാൻ പറ്റുന്ന തരത്തിൽ തന്നെ രണ്ട് സൈഡിൽ നിന്ന് ഓരോ വണ്ടിക്ക് പോകാൻ പറ്റുന്ന തരത്തിൽ തന്നെ വീതിയുണ്ട്. മാത്രമല്ല ഇപ്പോൾ പണി കുറച്ചും കൂടി നടക്കുന്നതുകൊണ്ട് ഈ സൈഡിലായിട്ട് ലെഫ്റ്റ് സൈഡിലായിട്ട് കുറച്ച് ബ്രിക്സൊക്കെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ അതും കൂടി മാറ്റിക്കഴിഞ്ഞാൽ ഇനിയും വീതി ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ആ ഒരു വാദത്തിലൊന്നും ഒരു കാര്യമില്ല. അത്യാവശ്യം നല്ല രീതിയിൽ 2 വണ്ടികൾക്ക് പോകാൻ പറ്റുന്ന സ്പേസ് ഉണ്ട്. നല്ല രീതിയിൽ തന്നെ അത് പണിതിട്ടുണ്ട്. ഒഫീഷ്യൽ ഇനോഗ്രേഷൻ ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അത് ഉടനെ തന്നെ ഉണ്ടാവുമെന്നാണ് അറിയുന്നത്. എന്തായാലും അതിന് മുന്നേ തന്നെ വണ്ടി ഓടിക്കാനുള്ള ഭാഗ്യം കിട്ടി. സോ ഇന്ന് അത്രയേ ഉള്ളൂ ഈ വീഡിയോ. നല്ലൊരു ഹാപ്പി നോട്ടിൽ ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഈ ഒരു മേൽപ്പാലത്തിൻ്റെ പണിക്ക് പിന്നിൽ പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി. നമ്മുടെ നാട്ടിന് ഇത് സമർപ്പിച്ചതിന് വളരെ ഹാപ്പിയാണ്. സോ ഈ ഒരു വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നമ്മുടെ പെരിന്തൽമണ്ണ യാത്ര, അങ്ങാടിപ്പുറം തിരുമാന്താംകുന്ന് അമ്പലം, അതുപോലെ തിരിച്ചുള്ള യാത്ര, പിന്നെ ഇവിടുത്തെ മേൽപ്പാലത്തിലൂടെയുള്ള കാർ യാത്ര, അങ്ങനെ മൊത്തത്തിൽ ഒരു ബിസി ഡേ ആയിരുന്നു. സോ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ഉടനെ തന്നെ മറ്റൊരു വ്ളോഗുമായി വരാം.